നമ്മളിന്ന് കൊച്ചമ്പലത്താണ്. കൊച്ചമ്പലത്ത് കുറേ കാലത്തിന് ശേഷമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ വന്നേട്ടാ. അപ്പം ഇന്ന് 3 ടീമിൻ്റെ മാച്ച്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ കുറേ നാൾക്ക് ശേഷം കളിക്കാൻ വന്നേട്ടാ. ഇത് വന്നിട്ട് വൈപ്പിൽ തന്നെ എന്താ പറയുക, ഒരുപാട് ലീഗ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ലീഗിലൊന്നും ചാൻസ് കിട്ടാത്ത പ്ലേയേഴ്സിനെ വെച്ചിട്ട് നടത്തുന്ന ഒരു ലീഗാണ്ട് ഇവിടെ. ഞാൻ കളിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ അങ്ങനെ ഇന്ന് ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ഇറങ്ങിയാണ്. കൊച്ചമ്പലത്ത് നമ്മുടെ പഞ്ചായത്ത് ഗ്രൗണ്ടാണ്. ക്യാഷ് അവാർഡൊന്നുമില്ല കേട്ടോ, ആദ്യമേ പറയട്ടെ. ഇതിന് വന്നിട്ട് ട്രോഫീസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 5 കിലോൻ്റെ അരീജാക്കണം കേട്ടോ. അപ്പോൾ ബെസ്റ്റ് ബാറ്റർ, ബോളർ, അതുപോലെ തന്നെ MVP ഒക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല പ്ലേയേഴ്സിനൊക്കെ എൻകറേജ് ചെയ്യാനായിട്ട് ഒരുപാട് പരിപാടിയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കളി 9 മണിക്കുള്ള പ്ലാൻ കേട്ടോ. പക്ഷേ ഇന്നലെ പെയ്ത മഴ കൊണ്ട് മൊത്തത്തിൽ നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്ലേയേഴ്സും വൈകി, അതുപോലെ തന്നെ ഗ്രൗണ്ടും നനഞ്ഞിരിക്കണം. തന്നെ 9 എപ്പോഴാണ് സ്റ്റമ്പ് കുത്തി തുടങ്ങി കേട്ടോ. പാടേപ്പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം ആളുകൾ വരുന്ന കേട്ടോ കാഴ്ച. ഒരുപാട് തിരക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഞായറാഴ്ച കൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. നമ്മുടെ ടീമിലെ പല ആളുകളെയും എനിക്ക് വലിയ പിടുത്തൂല കേട്ടോ. അപ്പോൾ ആകെ അറിയാവുന്ന നമ്മുടെ നിതിൻ ചേട്ടനും പിന്നെ വേറൊരു പയ്യനെ മാത്രമാണ്. നിതിൻ ചേട്ടൻ നമ്മൾ ഒരുപാട് വർഷമായിട്ട് കാണുന്ന ഒരാളാണ്, നമ്മുടെ ടീമിലെ മെമ്പറാണ്. നിതിൻ ചേട്ടൻ നമ്മളൊരു ചേട്ടനെ പോലെയൊക്കെയാണ്. അപ്പോൾ വിളിച്ചുകൊണ്ടാണ് ഇന്ന് ഒരു ടൂർണമെൻറ്റ് ഉണ്ടെന്ന് അറിഞ്ഞ തന്നെ വന്നപ്പോഴായിരുന്നു നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ബാറ്റ് ഉണ്ടാക്കിയാൽ 10 ഓവർ കളിയാണ്ട. അപ്പോൾ 10 ഓവർ കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റയറായിട്ട് മാത്രം കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അപ്പോൾ ഇന്ന് ഒരു ടീമിന് 10 ഓവർ, അതായത് എല്ലാവർക്കും ബാറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാവർക്കും ബോൾ ചെയ്യണം. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ കാണുന്നത് ഈ സോഫ്റ്റ് ബോളിൻ്റെ ആ ഒരു തൊലി ഒന്ന് കരിക്കുന്ന സീനാണ് കാണുന്നത്. അപ്പോൾ തൊലി കറിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ എല്ലാ ടൂർണമെൻറ്റ്സിലും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നല്ലൊരു ക്യാച്ചിങ് ചാൻസ് ആണ് കേട്ടോ. പക്ഷെ ഡ്രോപ്പ് ആയി പോയി ആ ഒരു കാച്ചുണ്ടെങ്കിൽ കാണുന്നത്. ബോൾ അറിയാൻ പറ്റും, എന്നാലും നമുക്ക് 8 ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഫസ്റ്റിൽ 20 കളികളുണ്ട്. ഈ ലീഗിൽ 2 മാച്ചസാണ്. അപ്പോൾ 3 ടീമുണ്ട്. അത് നമ്പർ ഓഫ് മാച്ചസ് ചെയ്യുന്ന ആളാണ് ലാസ്റ്റ് ഫൈനൽ വേണ്ട 2 ടീം. ഈ വലിയ സീൻ ഉണ്ടായില്ല, എന്നാലും വേനുണ്ട്. ഒന്ന് ശരിക്കും ചേഞ്ച് ചെയ്യുകയാണ്. കൊച്ചിഷ്ണാണ് ബോൾ അറിയാൻ പോകുന്നത്. ഇനി ഇവൻ എന്താ ചെയ്യുമെന്ന് നോക്കാനാ. കമോൺ കൊച്ചിഷ്ണ, ലാസ്റ്റ് ഓവറാണ്, ലാസ്റ്റ് ബോളാണ്. 3 ബോളും കൂടെ ഉണ്ടായുള്ളൂ ചേഞ്ച് ചെയ്തുകൊണ്ട്. നന്നായിട്ട് തന്നെ എറിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ മാച്ചിലേ ഞാൻ ബോൾ ചെയ്യുന്ന കാഴ്ച ഉണ്ടാ. വലിയ കുഴപ്പമില്ല, അത് അറിയാൻ പറ്റേട്ടാ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്ക് കുറച്ച് പരിക്കുണ്ടായിരുന്നെങ്കിലും വലിയ പ്രശ്നം തോന്നില്ല. ഒരു നല്ല രീതിയിൽ 2 ഓവർ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റി. പക്ഷേ ലാസ്റ്റ് ഒരു 6 ഓൺ കേട്ടോ. നേരത്തെ എറിഞ്ഞപ്പോൾ നല്ല സ്ലോ ആയിരുന്നു, അതുപോലെ തന്നെ നല്ല ഇറങ്ങിയാണ് കുത്തിയിട്ട്. അതുകൊണ്ട് തന്നെ ബാറ്റ്സ്മാൻ നല്ല രീതിയിൽ കണക്ട് ചെയ്യാനും പറ്റിയേട്ടാ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു അടി കിട്ടിയത്. അപ്പോൾ കളി നമ്മൾ 2 കളിയും തോറ്റു. രണ്ടാമത്തെ കളി പിന്നെ നന്നായിട്ട് ബോൾ ചെയ്യാൻ പറ്റിയേട്ടാ. 2 ഓവർ പറഞ്ഞു, 2 6 ഉണ്ട്, നല്ല കുഴപ്പമുണ്ടായില്ല. കുറേ നാൾക്ക് ശേഷം നല്ല രീതിയിൽ കളിച്ചേട്ടാ. എന്നാലും അടിപൊളിയായിരുന്നു. കളി തോറ്റ ആ ഒരു സങ്കടമുണ്ട്. അപ്പോൾ ഇതൊരു ലീഗ് മത്സരം വരുന്നു. അപ്പോൾ കൂടുതൽ മത്സരം ജയിച്ച ആൾ കപ്പ് അടിക്കും. എവിടെയായിരുന്നു അടുത്ത ആഴ്ച കളിക്കും. ബൈ.